ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അച്ചിങ്ങാപ്പയർ കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മെഴുക്കുവരട്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം പയർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി അല്ലി, 3 വറ്റൽമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുത്തതാണിത്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും 2-3 പച്ചമുളകും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തത്തിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ വേഗം വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മുരിഞ്ഞു വരുന്ന പരുവമാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഫ്ലെയിമിൽ വെച്ചിരുന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക്